മാത്തേര എന്ന അതിമനോഹര ഗ്രാമത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പം ഉള്ളത്. 25 രൂപയുടെ കോഫിയാണ് നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറുതാണ്. നേരാലിൽ നിന്ന് ഷെയർ ടാക്സി പിടിച്ചാണ് നമ്മൾ മാത്തേരാനിലേക്ക് ചെല്ലുന്നത്. ഇവിടുത്തെ ടാക്സിക്കാർ നല്ല സ്പീഡിലാണ് നമ്മളെ കൊണ്ട് പോകുന്നത്. ഇവിടുന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനൊരു പാക്കേജ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഉള്ളിലേക്ക് വരും തോറും ആളെ ഇരുത്തി വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളും കുതിരകളും ഇലക്ട്രിക് ഓട്ടോകളും ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും നടന്നാണ് ഉള്ളിലേക്ക് കയറിയത്. ഞാൻ പോയത് ജൂൺ മാസം തുടക്കത്തിലാണ്. അതുകൊണ്ട് അവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഒന്ന് ആയി വരുന്നേ ഉണ്ടായിരുന്നു. ഇവരുടെ ഗ്രാമത്തിലേക്ക് കൂടുതലും സാധനം എത്തിക്കുന്നത് കുതിരകൾ വഴി. അങ്ങനെ നടന്ന് ഞങ്ങൾ എല്ലാവരും അമാൻ ലോഡ്ജിലെത്തി. ഇവിടുന്ന് നമുക്ക് ട്രെയിൻ വഴിയും കുതിര വഴിയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോകാവുന്നതുമാണ്. ഞങ്ങൾ താമസിച്ച് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല. ട്രെയിൻ കിട്ടണമെങ്കിൽ 3/4 മണിക്കൂർ നേരത്തെ എങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പം ഞങ്ങളെല്ലാവരും നടന്നാണ് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പോകുമ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇത്. നേരത്തെ പോയ ട്രെയിനാണ് ഈ തിരിച്ചു വരുന്നത്. ഇവിടുത്തെ വ്യൂ പോയിന്റുകളുടെ റൂട്ട് മാപ്പാണ് ഈ കാണുന്നത്. നടന്ന് നമ്മൾ ഏകദേശം സ്ഥലം എത്താറായി. ഹോട്ടൽ പാർക്ക് വ്യൂവിലായിരുന്നു നമ്മുടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം. ഞങ്ങൾ 4 പേർക്ക് ഒരു റൂമായിരുന്നു. അത്യാവശ്യം 2 വലിയ ബെഡും നല്ല ബാത്റൂമും ഒക്കെ ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ തന്നെ എത്തി നല്ല ഫുഡും കഴിച്ച് നമ്മളൊരു വെള്ളിയാഴ്ച ആയിരുന്നു ഇവിടെ എത്തിയത്. റൂമിന്റെ തൊട്ട് പറ്റ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ചുമ്മാ നിസ്കരിക്കാൻ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. നല്ല പഴക്കം ചെന്നൊരു പള്ളിയായിരുന്നു അത്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മാത്തേരാൻ ചുറ്റാൻ ഇറങ്ങി. മാത്തേരാനിലെ പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ കറക്റ്റ് ഒരു 10-35 പേരുണ്ടായിരുന്നു. മാത്തേരാനിലെ ഓരോ വ്യൂ പോയിന്റ് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഈ സ്ട്രേഞ്ചസ് ട്രിപ്പ് വേറൊരു ലെവൽ തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണേ. മഴക്കാലം വരുമ്പം ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മാത്തേരാൻ പോയവരുണ്ടെങ്കിലും പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം. ഇവിടുത്തെ വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ലോഡ് പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മൾ പോകുന്ന വഴി ഇതുപോലുള്ള ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഒരു പ്രശ്നം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2625 അടി ഉയരത്തിലാണ് മാത്തേരാൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കാലെങ്ങാണം തെറ്റിയ മരണം അത് ഉറപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സീസൺ ടൈമിൽ തന്നെ ഇങ്ങനെ വന്നേക്കണേ. അതായിരിക്കും കൂടുതൽ ഭംഗി. നിലവിലിപ്പോൾ മാത്തേരാനിലേക്ക് വരാനുള്ള പാക്കേജുകൾ ഒരുപാട് അവൈലബിൾ ആണ്. പാക്കേജ് എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു ടെൻഷനും കൂടാതെ നമുക്ക് വന്നിട്ട് തിരിച്ചു പോകാം. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം. ഷോർട്സും വ്ളോഗിങ്ങും പോലുള്ള ഒട്ടനവധി വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലവും കൂടാണ് മാത്തേരാൻ. യാത്രകൾ ചെയ്യുന്നവരോട് നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യാനേ പാടില്ല. പാക്കേജിൽ നമ്മുടെ കൂടെ വന്ന എല്ലാവരുമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടായിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. ഏറെക്കുറെ വ്യൂ പോയിന്റുകൾ കവർ ചെയ്തപ്പോഴേക്കും നേരം രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി റൂമിൽ വന്ന് ബെഡിൽ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. നേരം രാവിലെയായി. ഇപ്പൊ സമയം 5:30. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നേരത്തെ എത്താൻ പറ്റി. പക്ഷെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. ഗൈസ് കാണുന്നുണ്ടോ? സൺറൈസ് കാണാൻ വേണ്ടി വ്യൂ പോയിന്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പം സൂര്യൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ആക്കാം. എന്നിട്ട് വേണം സൺറൈസ് കാണാൻ. ഓക്കെ, സൺറൈസ് കാണാനായിട്ടായിരിക്കും മിക്കവാറും നമ്മളിവിടെ നിന്ന് പോകുന്നത്. മലമുകളിലൂടെ നിരന്തരം ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ സൂര്യനെ തൂക്കിയിട്ടുണ്ട്. സൂര്യൻ ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു മാത്തേരാനിലെ നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് ചായ കുടിച്ച് ലാസ്റ്റ് നമ്മൾ തിരിച്ച് റൂമിലേക്ക്. ഇനി എത്രയും പെട്ടെന്ന് തിരിച്ച് റൂമിൽ ചെന്ന് ഫുഡും കഴിച്ച് ബാഗും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയാലേ നമുക്ക് ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. മാത്തേരാനിൽ ആകെയുള്ളൊരു പെട്രോൾ വണ്ടിയാണ് ഈ മാത്തേരാനിൻ്റെ സ്വന്തം ഫയർഫോഴ്സ്. സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്കിനി മുംബൈക്ക് ഒന്ന് കറങ്ങാനുണ്ട്. അപ്പോൾ ഇനി റൂമിൽ ചെന്ന് ഫുഡ് അടിക്കുക, ഡ്രസ്സ് പാക്ക് ചെയ്യുക, പോവുക. ഈ കാണുന്നത് മാത്തേരാനിലെ പോസ്റ്റ് ഓഫീസാണ്. അവിടെ നേരെ വന്ന് നമ്മൾ ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് പെട്ടെന്ന് ഇന്ന് സമയം കളയാനില്ല. ഫുഡും കഴിച്ച് തിരിച്ചിറങ്ങും. ഫുഡൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്, നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. മാത്തേരാൻ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് അമാൻ ലോഡ്ജ് വരെ നമുക്ക് തിരിച്ച് പോകാനുള്ള ടോയ് ട്രെയിൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങോട്ട് കിട്ടാൻ ടോയ് ട്രെയിൻ നമുക്ക് തിരിച്ച് അമാൻ ലോഡ്ജ് വരെ കിട്ടിയിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മളെല്ലാവരും ഇറങ്ങി പെട്ടെന്ന് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ട്രെയിനിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആകപ്പാട് കിട്ടിയ 8ൻ്റെ പണി എന്ന് പറയുന്നത് എനിക്ക് നല്ല കിണ്ണം പനി അടിച്ചായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അവിടെ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് നമ്മൾ ഷെയർ ടാക്സിയൊക്കെ പിടിച്ച് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡേഞ്ചർ റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് നമ്മളെയും കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ താജ് ഹോട്ടലൊക്കെ കാണാൻ പോകുന്നതായിരിക്കും. അങ്ങനെ ഒരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മളവിടെ കയറി നല്ല
ചിക്കൻ ബിരിയാണി അടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളവിടെ നേരെ ഇറങ്ങി സ്ട്രീറ്റൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം കണ്ട് നേരെ വിട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് താജ് ഹോട്ടലും വരുന്നത്. അടിപൊളിയാണ്, എക്സ്പീരിയൻസ് ചെയ്യണം മസ്റ്റായിട്ട്. സൂപ്പർ കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. ഞങ്ങൾ പോയ ടൈമിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ നല്ല സൂപ്പർ ചൂടായിരുന്നു. ഇപ്പം ഏകദേശം സീസൺ ടൈം ആയതുകൊണ്ട് മഴയാണ്, കുഴപ്പമില്ല. ഞങ്ങൾ പോയ ടൈമിൽ നല്ല ചൂടായിരുന്നു. അങ്ങനെ പല ആംഗിളിൽ നിന്ന് നമ്മൾ ആ സ്ഥലം മൊത്തം കണ്ട സ്ട്രീറ്റൊക്കെ നമ്മൾ കറങ്ങി കണ്ട് നമ്മൾ നേരെ തിരിച്ച് കാണുന്ന വീട് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ അംബാനിയുടെ വീടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇത്രയും പേരുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ സിറ്റിയിൽ നമുക്ക് കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ. സിറ്റിയിൽ തന്നെ ചെറിയ ചെറിയ ചേരികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഒരു ദിവസം നമ്മൾ അത് ചിലവഴിക്കണം. രാവിലെ തന്നെ നല്ലൊരു ചായയിലാണ് നമ്മൾ തുടക്കം കുറിച്ചത്. നല്ലൊരു ചായ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ട്രെയിനിലൊരു ചായ വലിയ കുഴപ്പമില്ല, ചായയും പിന്നെ എൻ്റെ കൂടെ കഴിക്കാൻ ചിപ്സൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ബോറടിക്കുമ്പോൾ നേരെ പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സൈഡിൽ കൂടെ കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് കിട്ടിയ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ യൂനോ ഒക്കെ കളിച്ച് അടിപൊളിയായിരുന്നു ആ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് ഇറങ്ങാൻ സ്ഥലമായപ്പോൾ നമ്മുടെ കൂട്ടുകാർ പലരും അവിടെ ഇറങ്ങി. ബാക്കി നമ്മുടെ സ്റ്റേഷൻ എത്തുന്നവരെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ചിലവഴിച്ച് നമ്മളങ്ങനെ ലാസ്റ്റ് കുറേ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉള്ളത് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി തിരിച്ച് വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കുഴഞ്ഞ് ട്രെയിൻ യാത്ര എൻ്റെ പൊന്നെ ഓർക്കാൻ പോലും വയ്യ. മത്തായി മൊത്തം കവർ ചെയ്യാൻ പറ്റി, അടിപൊളിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി കുളിക്കണം, ഒന്ന് ഒരുങ്ങിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫ്രഷ് ആയിട്ട് വരാവേ. അങ്ങനെ കുളിച്ചെല്ലാം ഫ്രഷായി അടുത്തുള്ളൊരു ഷോപ്പ് പിടിച്ച് 2 പൊറോട്ടയും നല്ലൊരു അൽഫാമും കഴിച്ച് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ടയർഡായിട്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയും സബ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. സീസ് കൊണ്ട് നെക്സ്റ്റ് വീഡിയോ അപ്പോൾ കൂടിയോ. ഇനി ഇതുപോലുള്ള അടിപൊളി വ്ളോഗുമായിട്ട് നമുക്ക് കാണാം.